നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നവംബർ 23 ഞായറാഴ്ചയാണ്, വൃശ്ചികം 7. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. G20 ഉച്ചകോടിക്ക് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ തുടക്കം. ഉച്ചകോടി ബഹിഷ്കരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉച്ചകോടിയുടെ ലക്ഷ്യം ദരിദ്ര രാജ്യങ്ങളുടെ ദീർഘകാല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പുരോഗതി കൈവരിക്കുക. G20 ഉച്ചകോടിയിൽ ആഗോള വികസനം ലക്ഷ്യമിട്ടുള്ള പുതിയ പദ്ധതികൾ മുന്നോട്ടുവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മയക്കുമരുന്ന് ഭീകരബന്ധങ്ങളെ നേരിടുന്നതിനുള്ള സംരംഭം, ആഗോള ആരോഗ്യ സംരക്ഷണ പ്രതികരണ സംഘമടക്കം നരേന്ദ്രമോദി മുന്നോട്ടുവെച്ചത് 6 പദ്ധതികൾ. വടക്കൻ ഗസയിലും മധ്യ ഗസയിലും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടെന്ന് ഹമാസ്. വീടുകൾ ഉൾപ്പെടെ 5 സ്ഥലങ്ങൾ ആക്രമിക്കപ്പെട്ടു. മരിച്ചവരിൽ ഒരു മുതിർന്ന ഹമാസ് കമാൻഡറും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിവരം. കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരണം. ജീവൻ നഷ്ടമായത് പയ്യോളി തുറയൂർ ചൂരാടുവയൽ സ്വദേശിയായ 58-കാരി. 1 മാസമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചത് 17 പേർക്ക്. കൊല്ലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രികന് പരിക്ക്. ഓലപ്പാറ സ്വദേശി രാധാകൃഷ്ണപിള്ളയ്ക്ക് ആക്രമണമേറ്റത് അലിമുക്ക് അച്ചൻകോവിൽ റോഡിൽ വെച്ച്. രാധാകൃഷ്ണപിള്ള പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലയോര മേഖലയിൽ മഴ കനത്തേക്കും. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ പെട്രോളിംഗിനിടെ വീരമൃത്യു വരിച്ച മലപ്പുറം സ്വദേശിയായ സൈനികൻ കെ സജീഷിന്റെ സംസ്കാരം ഇന്ന്. ബെഗ്രാം ഗല്ലയിലെ സെരീമസ്ഥാൻ മേഖലയിൽ പെട്രോളിംഗിനിടെ കാൽവഴുതി കൊക്കയിൽ വീഴുകയായിരുന്നു. ചെറുകുന്ന് ബാലപ്രബോധിനി LP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കാരം. വയനാട് വെള്ളമുണ്ടയിൽ 2 ആദിവാസി സ്ത്രീകൾക്ക് വെട്ടേറ്റു. കൊച്ചാറ ആദിവാസി ഉന്നതിയിലെ മാധവിയും മകൾ ആതിരയും ആശുപത്രിയിൽ. ആക്രമിച്ചത് ആതിരയുടെ ഭർത്താവ് രാജുവെന്ന് സൂചന. എറണാകുളം തേവരയിലെ ലൈംഗിക തൊഴിലാളിയുടെ കൊലപാതകത്തിൽ പ്രതി ജോർജിനെ ഉടൻ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അടുത്ത ദിവസം തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. ജോർജ് ലൈംഗിക വൈകൃതങ്ങൾ കടിമയെന്ന് വിലയിരുത്തൽ. SIR ഫോം ഡിജിറ്റലൈസേഷൻ നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട്. ഫോം ഡിജിറ്റലൈസേഷൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പിനിടെ ഡിജിറ്റലൈസ് ചെയ്ത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 11.28%. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നാളെ. മത്സരചിത്രം നാളെ വ്യക്തമാകും. സ്ഥാനാർത്ഥികളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമുള്ള അന്തിമ കണക്ക് ഇന്ന് പുറത്തുവിടുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോഴിക്കോട് കട്ടിപ്പാറ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ സമരസമിതി ചെയർമാൻ ബാബു കുടിക്കലിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നോമിനേഷൻ നൽകാനെത്തിയ മുസ്ലിം ലീഗ് നേതാവ് പോലീസ് കസ്റ്റഡിയിൽ. ഹാഫിസ് റഹ്മാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ. ബാബു കുടിക്കലിയും സംഘവും ഇപ്പോഴും ഒളിവിൽ. ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് യുദ്ധവിമാനം തകർന്ന് വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമാൻ ഷിസ്യാലിന്റെ മൃതദേഹം ഇന്ത്യയിലെത്തിച്ചു. ദുബൈയിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തൽ അടക്കമുള്ളവർ മൃതദേഹത്തിൽ ആദരമർപ്പിച്ചു. എമിറേറ്റ്സ് പ്രതിരോധ സേന ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള US പദ്ധതിയിൽ ആശങ്ക പ്രകടിപ്പിച്ച് ലോകരാജ്യങ്ങൾ. പദ്ധതിയിൽ കൂടുതൽ ജോലി ആവശ്യമായി വരുമെന്ന് കാനഡയും ജപ്പാനും. നീതിയുക്തവും നീണ്ടകാലം സമാധാനം നിലനിൽക്കുന്നതുമായ പദ്ധതി വേണമെന്നും പ്രതികരണം. നോക്കാമിനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. ഇടക്കൊച്ചിയിലെ ആക്രിക്കടയിൽ മോഷണം നടത്തിയ കള്ളനെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടി. മോഷ്ടാവിനെ പിടികൂടിയത് കണ്ണങ്ങാട് പാലം മുതൽ ഇടക്കൊച്ചി വരെ പിന്തുടർന്ന്. മോഷ്ടാവിനെ നാട്ടുകാർ തിരിച്ചറിഞ്ഞത് CCTV ദൃശ്യങ്ങളിലൂടെ. വ്യാവസായിക അവബോധം സൃഷ്ടിക്കുന്നതിനായി മലപ്പുറം വേങ്ങര GVHSSലെ വിദ്യാർത്ഥികൾ ഇൻഡസ്ട്രിയൽ വിസിറ്റ് നടത്തിയത് KSRTC ബസ്സിൽ. യാത്ര KSRTCയുടെ ഇൻഫോർടൈൻമെന്റ് ട്രാവൽ ടു ടെക്നോളജിയുടെ ഭാഗമായി. ഇൻകൽ എഡ്യൂസിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറിയിൽ നടത്തിയ ഇൻഡസ്ട്രിയൽ വിസിറ്റിൽ 50 സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ പങ്കെടുത്തു.
മലപ്പട്ടത്തെ റിട്ടേണിംഗ് ഓഫീസറെ മാറ്റണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി കോൺഗ്രസ്. പരാതി മലപ്പട്ടണം പഞ്ചായത്തിലെ 12-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെ റിട്ടേണിംഗ് ഓഫീസർ CPIMന് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്ന് ആരോപണം. പാലക്കാട് പട്ടാമ്പി നന്നമുക്കിൽ വാടക കെട്ടിടത്തിനുള്ളിൽ അഴുകിയ നിലയിൽ മൃതദേഹം. മരിച്ചത് കല്ലൂർബ സ്വദേശി പടിക്കൽ വീട്ടിൽ ശ്രീജിത്ത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമെന്ന് നിഗമനം. ചെന്നൈയിലെ കലാസാംസ്കാരിക കൂട്ടായ്മയായ ദക്ഷിണയുടെ നേതൃത്വത്തിൽ കേരളപ്പിറവി ദിനാചരണവും ഗുരുവന്ദനവും നടത്തി. ആശാൻ മെമ്മോറിയൽ സ്കൂളിൽ നടത്തിയ പരിപാടിയിൽ പ്രമുഖ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്തർ സംസ്ഥാന അതിർത്തി സുരക്ഷാ മീറ്റിംഗ് നടത്തി. സംഘാടനം കൊല്ലം റൂറൽ ജില്ലാ പോലീസും തമിഴ്നാട് തെങ്കാശി ജില്ലാ പോലീസും ചേർന്ന്. ഇരു സംസ്ഥാനങ്ങളും ചേർന്ന് സംയുക്ത വാഹന പരിശോധന നടത്താൻ തീരുമാനം. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. കൊച്ചിൻ ഫ്ലവർ ഷോ ഡിസംബർ 24 മുതൽ ജനുവരി 4 വരെ എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കും. പുഷ്പാലങ്കാരം, വെജിറ്റബിൾ കാവിംഗ് തുടങ്ങിയ വിഷയങ്ങളെ ആധാരമാക്കി സൗജന്യ ശില്പശാലയും ഒരുക്കിയിട്ടുണ്ട്. ആലുവയിൽ നാളെ കുടിവെള്ള വിതരണം മുടങ്ങും. ആലുവ നഗരത്തിൽ പൂർണ്ണമായും, കീഴ്മാട്, ചൂർണിക്കര പഞ്ചായത്തുകളിൽ ഭാഗികമായുമാണ് കുടിവെള്ള വിതരണം മുടങ്ങുക. വിതരണ ശൃംഖലയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് നിയന്ത്രണം. തിരുവനന്തപുരം കഴക്കൂട്ടം 110 kV സബ്സ്റ്റേഷന്റെ പരിധിയിലുള്ള കഴക്കൂട്ടം, വേളി, മുട്ടത്തറ എന്നിവിടങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് നിയന്ത്രണം. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഈ മാസം 24 മുതൽ 28 വരെ നഗരത്തിലെ വിവിധ സ്കൂളുകളിലായി നടക്കും. പ്രധാന വേദി ലിയോ തോർട്ടീദ് ഹയർ സെക്കൻഡറി സ്കൂൾ. 12 വേദികളിലായി മാറ്റുരയ്ക്കുന്നത് 5000-ലധികം മത്സരാർത്ഥികൾ. പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന വിമുക്ത ഭടന്മാരുടെ ആശ്രിതരായ മക്കൾ, ഭാര്യ എന്നിവർക്കുള്ള 2025-26 വർഷത്തെ PMSS സ്കോളർഷിപ്പിന് ഡിസംബർ 15 വരെ അപേക്ഷ നൽകാം. അപേക്ഷ നൽകേണ്ടത് ഓൺലൈനായി. വിശദമായ വിവരങ്ങൾക്ക് ജില്ലാ സൈനികക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. കണ്ണൂർ സിറ്റി പോലീസിന്റെ അധികാര പരിധിയിലുള്ള വിവിധ സ്റ്റേഷനുകളിലെ കേസുകളിൽ ഉൾപ്പെട്ടതും അവകാശികളില്ലാത്തതുമായ 11 വാഹനങ്ങൾ ലേലം ചെയ്യുന്നു. ലേല നടപടികൾ അടുത്ത മാസം 4-ന്. ഡിസംബറിൽ നടക്കുന്ന അഖിലേന്ത്യാ ട്രേഡ് ടെസ്റ്റ് ലെഫ്റ്റ് ഓവർ സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് കണ്ണൂർ ഗവൺമെന്റ് ITIയുമായി ബന്ധപ്പെടുക. 2026 മാർച്ചിൽ നടക്കുന്ന SSLC പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിനായി ഗൾഫ്, ലക്ഷദ്വീപ് മേഖലകളിലെ പരീക്ഷാ സെന്ററുകളിൽ ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ടുമാരുടെ നിയമനത്തിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി നീട്ടി. എക്സാമിന്റെ വെബ്സൈറ്റ് മുഖേന ഈ മാസം 27 വരെ അപേക്ഷിക്കാം. നോക്കാമിനി ദേശീയ വാർത്തകൾ. G20 ഉച്ചകോടിയുടെ ഭാഗമായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണനുമായും കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഓസ്ട്രേലിയ, കാനഡ, ഇന്ത്യ സാങ്കേതിക സഹകരണം വിപുലമാക്കുമെന്ന് നരേന്ദ്രമോദി. ഉത്തർപ്രദേശിലെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. ഈ മാസം 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന് മുകളിൽ ധർമ്മ പതാക ഉയർത്തും. ദൃശ്യങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് പുറത്തുവിട്ടു. ഭാഷയുടെ പേരിൽ RSSും BJPയും സമൂഹത്തിൽ വിദ്വേഷം പരത്തുകയാണെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം മേധാവി ഉദ്ധവ് താക്കറെ. താക്കറെയുടെ പ്രതികരണം മറാത്തി സംസാരിക്കാത്തതിന്റെ പേരിൽ മർദ്ദനമേറ്റ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് വിവാദം ശക്തമാകുന്നതിനിടെ കേന്ദ്രം വിജ്ഞാപനം ചെയ്ത പുതിയ തൊഴിൽ ചട്ടങ്ങൾക്കെതിരെ കോൺഗ്രസ്. ദേശീയതലത്തിൽ കുറഞ്ഞ ദിവസ വേതനം 400 രൂപ എന്നത് ഉറപ്പുവരുത്തണം. തൊഴിലാളികളോട് പുതിയ തൊഴിൽ നിയമങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയില്ല എന്നും കോൺഗ്രസ് നേതൃത്വം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ സന്ദർശിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. കൂടിക്കാഴ്ച സംസ്ഥാനത്തെ നേതൃമാറ്റങ്ങളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കിടെ രാഷ്ട്രീയ കൂടിക്കാഴ്ചയായിരുന്നെന്നും ചർച്ച ചെയ്തത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് മാത്രമെന്നും സിദ്ധരാമയ്യ. ഗുജറാത്തിലെ സൂറത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 9ാം നിലയിൽ നിന്ന് ചാടി 28-കാരി ആത്മഹത്യ ചെയ്തു. മരണം 2026 ജനുവരിയിൽ. വിവാഹം നടക്കാനിരിക്കെ രാധിക പ്രതിശ്രുതവരനൊപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിലെ കഫേയിൽ എത്താറുണ്ടായിരുന്നു.
ബംഗളൂരു ATMൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന പണം കവർന്ന കേസിൽ 4 പേർ അറസ്റ്റിൽ. കവർച്ചയിൽ പങ്കെടുത്ത 3 പേരെ അറസ്റ്റ് ചെയ്തു. പണം നിറയ്ക്കാൻ കരാറെടുത്ത സ്ഥാപനമായ CMSന്റെ ഡ്രൈവറും പിടിയിലായി. ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷം. മലിനീകരണ നിയന്ത്രണങ്ങൾ പരിഷ്കരിച്ചു. ഓഫീസുകളിൽ 50% ജീവനക്കാർക്കും വർക്ക് ഫ്രം ഹോം പരിഗണിക്കും. ഇന്ത്യ മുന്നണിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ 50,000-ലധികം വോട്ടുകൾ കുറയ്ക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. BJPക്കൊപ്പം ഇലക്ഷൻ കമ്മീഷനും മറ്റുദ്യോഗസ്ഥരും വോട്ട് വെട്ടിന് കൂട്ടുനിൽക്കുന്നുവെന്നും അഖിലേഷ് യാദവ്. ഓപ്പറേഷൻ സിന്ദൂർ വിശ്വസനീയമായ ഓർക്കസ്ട്രയെന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. 22 മിനിറ്റ് ഒരേ സമയം ഒരുപോലെ സൈന്യം പ്രവർത്തിച്ചു. 9 തീവ്രവാദികളുടെ ജീവനെടുത്തെന്നും കരസേനാ മേധാവി. മഹാരാഷ്ട്രയിൽ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി ഡെപ്യൂട്ടി മുഖ്യമന്ത്രി അജിത് പവാർ. തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്താൽ മാത്രമേ പ്രഖ്യാപിച്ച തുക നൽകുകയുള്ളൂ. അജിത് പവാറിന്റെ ഭീഷണി തദ്ദേശ തെരഞ്ഞെടുപ്പ് യോഗത്തിനിടെ. ഉത്തരാഖണ്ഡിലെ പർവ്വത പ്രദേശങ്ങളിൽ കരടിയുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. ഭീതിജനകമായ വർധനവാണ് ഉണ്ടായതെന്ന് വനംവകുപ്പ്. പ്രദേശവാസികളും സഞ്ചാരികളും ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശം. നോക്കാമിനി രാജ്യാന്തര വാർത്തകൾ. ബ്രസീലിലെ ബലേമിൽ നടന്ന ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥാ ഉച്ചകോടി COP30 അവസാനിച്ചു. ഗ്രഹത്തെ ചൂടാക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളെക്കുറിച്ച് നേരിട്ട് പരാമർശിക്കാത്ത കരാറോടെയാണ് ഉച്ചകോടിക്ക് സമാപനമായത്. യൂറോപ്പിലുടനീളം ഹമാസ് ഒരു പ്രവർത്തന ശൃംഖല വളർത്തിയെടുക്കുന്നുണ്ടെന്ന് ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ്. രഹസ്യ സെല്ലുകൾ വഴി ഹമാസ് പ്രവർത്തിക്കുന്നുണ്ട്. യൂറോപ്യൻ സുരക്ഷാ സേവനങ്ങൾക്കുള്ള സഹകരണം ഗുണം ചെയ്യുന്നുണ്ടെന്നും ഇസ്രയേൽ പ്രതികരിച്ചു. നൈജീരിയയിലെ സ്വകാര്യ കാത്തലിക് സ്കൂളുകളിൽ തോക്കുധാരികൾ അതിക്രമിച്ചു കയറി 303 വിദ്യാർത്ഥികളെയും 12 അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയതായി ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയ. നൈഗർ നോർത്ത് സെന്ററിലെ സെന്റ് മേരീസ് കാത്തലിക് സ്കൂളിലായിരുന്നു സംഭവം. ക്യൂബയ്ക്കെതിരായ സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രവർത്തക അലീന ഗൌഡാൻ. 1960 മുതൽ നിലവിലുണ്ടായിരുന്ന US സാമ്പത്തിക ഉപരോധം ബറാക് ഒബാമയുടെ ഭരണകാലത്ത് സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഉപരോധത്തെ തുടർച്ചയായി 33-ാം വർഷവും UN പൊതുസഭ അപലപിച്ചു. ഇന്ത്യൻ വംശജനും ടെക് വ്യവസായ നിക്ഷേപകനുമായ ഷുമീത് ബാനർജി BBC-യുടെ നോൺ എക്സിക്യൂട്ടീവ് അംഗത്വം രാജിവെച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 2021 പ്രസംഗത്തിന്റെ വിവാദപരമായ എഡിറ്റിനെ തുടർന്ന് BBC ഡയറക്ടർ ജനറൽ ടിം ഡേവിയും വാർത്താവിഭാഗം മേധാവി ഡെബോറ ടൈസണും രാജിവെക്കുകയും ചെയർമാൻ സമീർ ഷാ മാപ്പ് പറയുകയും ചെയ്തിരുന്നു. ബ്രസീൽ മുൻ പ്രസിഡന്റ് ജെയർ ബൊൾസനാരോ അറസ്റ്റിൽ. 2019 മുതൽ 2022 വരെ ബൊൾസനാരോ കൈവശപ്പെടുത്തിയിരുന്ന പ്രസിഡന്റ് കൊട്ടാരത്തിൽ നിന്ന് 7 മൈൽ അകലെയുള്ള ഫെഡറൽ പോലീസ് ബേസിലേക്ക് കൊണ്ടുപോയതായി ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ റിപ്പബ്ലിക്കൻ നിയമസഭാംഗം മോജോറി ടൈലർ ഗ്രീൻ കോൺഗ്രസിലെ സ്ഥാനം രാജിവെച്ചു. മോജോറി ടൈലർ അമേരിക്കയിലെ വലതുപക്ഷ സ്വാധീനമുള്ള വ്യക്തി. ലൈംഗിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട എപ്സ്റ്റീൻ ഫയൽ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. നേപ്പാളിൽ 8 ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ പുതുതായി ചേർത്തു. നടപടി വോട്ടർ രജിസ്ട്രേഷൻ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി. സൗദി അറേബ്യയിൽ ബസ് അപകടത്തിൽ മരിച്ച മുഴുവൻ പേരുടെയും മൃതദേഹങ്ങൾ മദീനയിൽ ഖബറടക്കി. അപകടത്തിൽ മരിച്ചത് ഹൈദരാബാദിൽ നിന്നുള്ള 45 ഉംറ തീർത്ഥാടകർ. സംസ്കാര ചടങ്ങുകൾ നടന്നത് നാട്ടിൽ നിന്നെത്തിയ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ. ജിദ്ദ തിയേറ്റർ പ്രൊഡക്ഷൻ സംഘടിപ്പിച്ച നൈറ്റ് തിയേറ്റർ ക്യാമ്പ് ശ്രദ്ധേയമായി. ക്യാമ്പിൽ പങ്കെടുത്തത് അഭിനയത്തിൽ മുൻപരിചയമില്ലാത്ത കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ. ക്യാമ്പിന് നേതൃത്വം നൽകിയത് തിയേറ്റർ ആർട്ടിസ്റ്റ് മൂസിൻ കാളികാവ്. ഇന്ത്യൻ രൂപയ്ക്കെതിരെ വിനിമയ നിരക്കിൽ സർവകാല റെക്കോർഡിട്ട് ഒമാനി റിയാൽ. ഒരു ഒമാനി റിയാലിന് 232 ഇന്ത്യൻ രൂപയായി. പ്രവാസികൾക്ക് നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് കൂടുതൽ മൂല്യം കിട്ടും. 2025 രണ്ടാം പാദത്തിൽ സൗദിക്കകത്തും പുറത്തും നിന്ന് ആകെ 54 ലക്ഷം ഉംറ തീർത്ഥാടകരെത്തി. തീർത്ഥാടനത്തിനെത്തിയത് 33 ലക്ഷം പുരുഷന്മാരും 20 ലക്ഷം സ്ത്രീകളും. ആഭ്യന്തര തീർത്ഥാടകർ 51.6%. പ്രശസ്ത ഐറിഷ് ഫാഷൻ ഡിസൈനർ പോൾ കാസ്റ്റെല്ലോ അന്തരിച്ചു. ലണ്ടനിലായിരുന്നു അന്ത്യം. 80 വയസ്സായിരുന്നു. ഡയാന രാജകുമാരിയുടെ പേഴ്സണൽ ഫാഷൻ ഡിസൈനറായിരുന്നു പോൾ കാസ്റ്റെല്ലോ.
കാനഡയിലെ തപാൽ വിതരണത്തെ തടസ്സപ്പെടുത്തിയ പണിമുടക്ക് അവസാനിപ്പിച്ചു. തീരുമാനം കാനഡ പോസ്റ്റും തപാൽ യൂണിയനും തമ്മിലുള്ള ചർച്ചയ്ക്കൊടുവിൽ. യൂണിയനിൽ 55,000 പോസ്റ്റൽ ജോലിക്കാർ അംഗങ്ങളാണ്. കേന്ദ്ര സർക്കാരിനും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനും ഓഹരി പങ്കാളിത്തമുള്ള IDBI ബാങ്കിനെ സ്വന്തമാക്കാനുള്ള മത്സരത്തിൽ പങ്കുചേർന്ന് സ്വകാര്യ ബാങ്കായ കൊട്ടക് മഹീന്ദ്ര ബാങ്കും. സെപ്റ്റംബർ പാദത്തിൽ 3,241 കോടി രൂപ ലാഭം നേടിയ ബാങ്കിനെ 2026 സ്വകാര്യവൽക്കരിക്കുമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ടിക്ടോക്കിന് പിന്നാലെ ഇന്ത്യൻ വിപണിയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ചൈനീസ് സോഷ്യൽ മീഡിയ ആപ്പായ മൈക്രോഡ്രാമ ഇൻസ്റ്റയിലെ റീലുകൾ പോലെ 90 സെക്കൻഡ് മുതൽ 3 മിനിറ്റ് വരെ മാത്രം നീളുന്ന വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാം. ആപ്പ് പെയ്ഡ് സർവീസ് ആയിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ. 5 വർഷത്തിനു ശേഷം എയർ ഇന്ത്യ എയർ കാനഡയുമായുള്ള കോഡ് ഷെയർ പങ്കാളിത്തം പുനഃസ്ഥാപിച്ചു. കരാർ എയർ ഇന്ത്യക്ക് വാൻകൂവർ, ലണ്ടൻ എന്നിവിടങ്ങളിലെ ഗേറ്റ്വേകൾക്ക് പുറമെ കാനഡയിലുടനീളം 6 പോയിന്റുകളിലേക്ക് യാത്രക്കാർക്ക് പ്രവേശനം നൽകാൻ പ്രാപ്തമാക്കും. സൊമാറ്റോ, ബ്ലിങ്കിറ്റ് ഉൾപ്പെടെയുള്ള ഗിഗ് തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ആക്സസ് ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് അവകാശപ്പെടുന്ന ലേബർ കോഡുകൾ നടപ്പിലാക്കുന്നതിനെ സ്വാഗതം ചെയ്ത് മാതൃസ്ഥാപനമായ എറ്റേണൽ ലിമിറ്റഡ്. പുതിയ നിയമം മൂലമുണ്ടാകുന്ന സാമ്പത്തികാഘാതം ബിസിനസിനെ ദോഷകരമായി ബാധിക്കില്ല എന്ന് എറ്റേണൽ ലിമിറ്റഡ്. അദാനി എന്റർപ്രൈസസ് AWL അഗ്രി ബിസിനസിലെ $279 മില്യൺ ഓഹരികൾ വിറ്റു. അദാനി കമ്മോഡിറ്റീസ് AWL അഗ്രിയുടെ 39.5 ദശലക്ഷം ഓഹരികൾ ഓരോന്നിനും 275.09 രൂപയ്ക്ക് വിറ്റതായി NSE വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. 100 ന്യൂസിൽ നോക്കാമിനി കായിക വാർത്തകൾ. ഗുവാഹത്തി ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയെ എറിഞ്ഞിടാൻ ടീം ഇന്ത്യ ഇന്നിറങ്ങും. 2ാം ദിനത്തിൽ 6 വിക്കറ്റിന് 242 റൺസ് എന്ന നിലയിലാണ് ദക്ഷിണാഫ്രിക്ക ബാറ്റിംഗ് പുനരാരംഭിക്കുക. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റിൽ കേരള ടീമിനെ സഞ്ജു സാംസൺ നയിക്കും. അഹമ്മദ് ഇമ്രാനാണ് വൈസ് ക്യാപ്റ്റൻ. സഞ്ജുവിന്റെ സഹോദരൻ സാലി സാംസണും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ 500 കലാശപ്പോരിലേക്ക് ടിക്കറ്റ് എടുത്ത് ഇന്ത്യൻ സൂപ്പർ താരം ലക്ഷ്യ സെൻ 1 പോയിന്റ് അകലെ തോൽവി മുന്നിൽ കണ്ടാണ് ലക്ഷ്യ വിജയത്തിലേക്ക് തിരിച്ചെത്തിയത്. ലോക 6ാം നമ്പർ താരം ചോ ടിയാൻ ചെന്നിനെയാണ് തോൽപ്പിച്ചത്. പ്രീമിയർ ലീഗിൽ ലിവർപൂളിനെ സ്വന്തം തട്ടകത്തിൽ വീഴ്ത്തി നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് തകർത്തത്. ഹാമിൽട്ടണിൽ നടന്ന ഏകദിന പരമ്പര തൂത്തുവാരി ന്യൂസിലാൻഡ്. വെസ്റ്റ് ഇൻഡീസിനെതിരെ 4 വിക്കറ്റിന്റെ ആധികാരിക വിജയം. മാറ്റ് ഹെൻറിയുടെ കൃത്യതയാർന്ന ബൌളിംഗാണ് നിർണായകമായ തുടക്ക വിക്കറ്റുകൾ നേടാൻ സഹായിച്ചത്. ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമിയെ 2025-26 സീസണിലെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിക്കുള്ള ബംഗാൾ ടീമിൽ ഉൾപ്പെടുത്തി. സീസണിലെ രഞ്ജി ട്രോഫിയിൽ 4 മത്സരങ്ങളിൽ നിന്ന് 20 വിക്കറ്റുകൾ വീഴ്ത്തി ഷമി ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ചെൽസിക്ക് ജയം. എതിരില്ലാത്ത 2 ഗോളിന് ബേൺലിയെ തോൽപ്പിച്ചു. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് MTB ചലഞ്ചിൽ ഫാറ്റ് ബൈക്ക് വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി മലയാളി. കപ്പുയർത്തിയത് മണ്ണാർക്കാട് സ്വദേശി കല്ലടി അബ്ദുൾ റഹീം. മൗണ്ടൻ ബൈക്ക് റേസിലും 1ാം സ്ഥാനം നേടിയിരുന്നു. നോക്കാമിനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ത്രില്ലർ ചിത്രമായ ദ റൈഡർ ഡിസംബർ 5-ന് തിയേറ്ററുകളിലെത്തുന്നു. സുധി കൊപ്പ, ആൻ ശീതൽ, മാല പാർവതി, ശ്രീകാന്ത് മുരളി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. കാർ യാത്രയിൽ തിരഞ്ഞെടുത്ത കുറുക്കുവഴി, അതിലെ യാത്രക്കാർക്ക് സമ്മാനിക്കുന്ന അപ്രതീക്ഷിതമായ അനുഭവങ്ങളാണ് കഥ. കരിക്കിന് മുമ്പേ മലയാളത്തിലെ മറ്റൊരു സൂപ്പർ ഹിറ്റ് വെബ് സീരീസ് സിനിമയാകുന്നു കണിമംഗലം കോവിലകം. 2026 ജനുവരിയിൽ തിയേറ്ററുകളിലെത്തും. രാജേഷ് മോഹനാണ് രചനയും സംവിധാനവും. ഗിരീഷ് മാലിക്കിന്റെ മഹാമന്ത്ര ദ ഗ്രേറ്റ് ചാൻഡ് ഓസ്കർ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചു. ഗോവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സ്പെഷ്യൽ ഷോക്കേസായി ചിത്രത്തിന്റെ വേൾഡ് പ്രീമിയർ നടക്കാനിരിക്കെയാണ് ഈ നേട്ടം. മഹാമാരികൾ, യുദ്ധം, കാലാവസ്ഥാ ഭീഷണി, പ്രക്ഷോഭങ്ങൾ എന്നിങ്ങനെ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന അസ്വസ്ഥതകൾ പ്രമേയമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. വിജയിയെ നായകനാക്കി വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകന്റെ ഓഡിയോ ലോഞ്ച് വിവരങ്ങൾ പങ്കുവച്ച് നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ്. ഡിസംബർ 27-ന് മലേഷ്യയിലെ ക്വാലാലംപൂർ ബുക്കൈറ്റ് ജലീൽ സ്റ്റേഡിയത്തിലാണ് ഓഡിയോ ലോഞ്ച്. ജനുവരി 9-നാണ് ചിത്രത്തിന്റെ റിലീസ്.
111 സ്റ്റുഡിയോസ്, പൈ ബ്രദേഴ്സ് എന്നീ ബാനറുകളിൽ മഹേഷ് കേശവ്, സജി എസ് മംഗലത്ത് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന വീരമണികണ്ഠൻ എന്ന 3D ചലച്ചിത്രത്തിന്റെ പൂജ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ചീഫ് സെക്രട്ടറിയും ഗാനരചയിതാവുമായ കെ ജയകുമാറാണ് ചിത്രത്തിന്റെ തിരക്കഥ. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ ചിത്രം പുറത്തിറങ്ങും. പ്രശാന്ത് മുരളി നായകനാകുന്ന കരുതൽ എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നു. നടൻ ഹരിശ്രീ അശോകൻ ഓഡിയോ CD ഉമാ തോമസ് MLAക്ക് കൈമാറി ലോഞ്ച് നിർവഹിച്ചു. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനാണ് സംഗീതം സ്വിച്ച് ഓൺ ചെയ്തത്. ലോകേഷ് കനകരാജ് തിരക്കഥ എഴുതി ബക്യരാജ് കണ്ണൻ സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രം ബെൻസിന്റെ പുതിയ ഷെഡ്യൂൾ പൂർത്തിയാക്കി നടൻ നിവിൻ പോളി. ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങൾ താരം ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടു. ഇരുട്ടിൽ നിന്ന് നടന്നു വരുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് പങ്കുവച്ചത്. കെൻഡ്രിക് ലാമറിന്റെ കോമഡി ചിത്രം സൗത്ത് പാർക്കിന്റെ റിലീസ് തീയതി വീണ്ടും മാറ്റി. ജൂലൈ 4 റിലീസ് ചെയ്യാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. നോക്കാം ഇനി ഫാക്ട് ചെക്ക്. പ്രധാനമന്ത്രി മുദ്രാ യോജന വഴി ഉപഭോക്താക്കൾക്ക് 5000 രൂപ വരെ ക്യാഷ് ബാക്ക് ലഭിക്കുമെന്ന തരത്തിൽ ഒരു പോസ്റ്റ് പ്രചരിക്കുന്നുണ്ട്. പണം ലഭിക്കാൻ പോസ്റ്റിനൊപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം എന്നാണ് നിർദ്ദേശം. എന്നാൽ PMMY വഴി ഉപഭോക്താക്കൾക്ക് 5000 രൂപ വരെ ക്യാഷ് ബാക്ക് ലഭിക്കുമെന്ന പ്രചാരണം വ്യാജമാണ്. നോക്കാം ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. അമേരിക്കയുടെ എതിർപ്പുകൾ വകവയ്ക്കാതെ G20-യിൽ രാഷ്ട്രങ്ങളുടെ സംയുക്ത പ്രഖ്യാപനം. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട അതിർത്തികളിൽ ഒരു രാജ്യവും ബലപ്രയോഗമോ ഭീഷണിയോ ഉപയോഗിക്കരുതെന്ന് G20 ഉച്ചകോടി. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിന് G20-യിൽ പൂർണ്ണ പിന്തുണ. ജനങ്ങളുമായി സംവദിക്കാൻ വീണ്ടും TVK അധ്യക്ഷൻ വിജയ്. ഉള്ളരങ്ങ് എന്ന പേരിൽ നടത്തുന്ന പരിപാടി ഇന്ന് കാഞ്ചീപുരത്ത് നടക്കും. തെരഞ്ഞെടുത്ത 2000 പേരാണ് പരിപാടിയിൽ പങ്കെടുക്കുക. രാവിലെ 11 മണിക്ക് കാഞ്ചീപുരം ജോപ്പിയാർ കോളേജിലാണ് ഉള്ളരങ്ങ് നടക്കുക. തായ്വാൻ അതിർത്തിയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. രാജ്യാതിർത്തിയിൽ നിന്ന് 8 ചൈനീസ് വിമാനങ്ങളും 7 കപ്പലുകളും കണ്ടെത്തി. ഇന്തോനേഷ്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. 2024 ജൂൺ മുതൽ രാജ്യത്ത് പോളിയോ വൈറസ് കണ്ടെത്തിയിട്ടില്ലാത്തതിനെ തുടർന്നാണ് പ്രഖ്യാപനം. നോക്കാം ഇനി ഇപ്പോൾ കിട്ടിയത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച 28 പദ്ധതി യുക്രൈനുള്ള അന്തിമ വാഗ്ദാനമല്ല എന്ന് ട്രംപ്. കരട് കരാറിലെ വ്യവസ്ഥകളെപ്പറ്റി യൂറോപ്പ്, കാനഡ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ട്രംപിന്റെ മലക്കം മറിച്ചിൽ. മഹാരാഷ്ട്രയിലെ റായ്ഗഡിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം. 6 പേർ മരിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.